നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വാളക്കരുവാട് പൊരിക്കുന്നതാണ്. നമുക്ക് ചോറിനൂടെയും ഈ പഴം കൂട്ടാത്തിൻ്റെയും പഴഞ്ഞീരുടെയൊക്കെ തിന്നാൻ കഴിയും. വളരെ ടേസ്റ്റാണ്. നമുക്കൊന്ന് ചെയ്യാം. ഒരു വാളക്കരുവാട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 സവാള അരിഞ്ഞത്, 5 മുളക്, പച്ചമുളക് നീളത്തിനരിഞ്ഞത്. അപ്പോൾ നമുക്കിതിനെ തയ്യാറാക്കാം. വാളക്കരുവാടിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിനിടുക, കുറച്ചുപ്പ്, ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി വെച്ചിട്ട് ഇനി നമ്മളിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ടിട്ട് ഇതിനെ ആദ്യം പൊരിച്ചെടുക്കണം. ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. മീൻ തട്ടി ഇതിനെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇത് മൊരിഞ്ഞ് വരികയാണ്. ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുക്കണം. അതിലോട്ട് കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഡിഷ് റെഡിയായി കഴിഞ്ഞു. അതുപോലെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മളെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇതിനെ മുറിച്ചെടുക്കുക, ഇതിനെ വഴറ്റിയെടുക്കുക. ഇത് രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിഷുമായി നാളെ കാണാം.